ഞാനിവിടെ ഒരു നാടൻ മാംഗോ ചെത്തി വെച്ചിട്ടുണ്ട്. ഒരു നാടൻ മാംഗോ തെരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഞാൻ പൂളിയെടുത്ത് ഒരു പൾപ്പാക്കിയിട്ട് വേണം തിരക്ക് നമുക്ക് തേച്ച് ഉണങ്ങാൻ വയ്ക്കാനായിട്ട്. ചെത്തി വെച്ചിരുന്ന മാങ്ങ ഇപ്പം അത് പൂളി ശരിയാക്കി എടുത്തു. ഇനി നമ്മളത് പൾപ്പാക്കാം. ഒന്ന് മിക്സിയിൽ. ഇതാണ് ഇപ്പം നമ്മൾ എടുത്ത മാങ്ങയുടെ പൾപ്പ്. ഇത് ഞാൻ നേരത്തെ ഒരു ലെയർ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ആ ഫോയിൽ പേപ്പറിൽ ഒരു ലെയർ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ അത് വീണ്ടും കുറേശ്ശെ തേച്ച് പിടിപ്പിക്കുന്നു. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത ലെയർ നമ്മൾ തേക്കുവാൻ. പണ്ടൊക്കെ പായയിലായിരുന്നു ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ പായ അത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ ആയാലും മതി, അതിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ ലെയർ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. വെയിലത്ത് വെച്ച് നന്നായി ഉണങ്ങട്ടെ. അത് കഴിഞ്ഞതിന് വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ വേണ്ടത്തേക്ക്. നമ്മളുണ്ടാക്കിയ നാടൻ മാങ്ങാത്തര ഏകദേശം ഒരു 6 കോട്ടിങ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. മാമ്പഴത്തര റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ച് തൂകിയത് അത് കണ്ടിച്ച് കഷ്ണങ്ങളാക്കി നമ്മൾ ആ കഷ്ണങ്ങളാക്കിയതാണ് ഇതിവിടെ ഞാനിവിടെ കാണിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ എടുത്ത് നമുക്ക് തേങ്ങ ിട്ട് ശർക്കരയും കൂടെ കൂട്ടി തിരുമ്മി അങ്ങനെ കഴിക്കാം. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.